ശ്രീ ഷാബു പ്രസാദ് 2016-ലും 2018-ലുമാണ് ത്രിപുര സൂ അതോറിറ്റി ഈ പേരിടുന്നതുമായിട്ട് സംബന്ധിച്ച് തീരുമാനമെടുത്തതെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം സമർപ്പിച്ചിരിക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിനകത്ത് പറയുന്ന രേഖകൾ. അതായത് ഇത് ബംഗാളിലേക്ക് വരുന്നതിന് മുൻപ് നടത്തപ്പെട്ട ഒരു നാമകരണമാണ് എന്നുള്ള കാര്യം വ്യക്തം. ബംഗാളിലേക്ക് വന്നതിന് ശേഷമായിരുന്നു ഇങ്ങനെ ഒരു പേരിടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്, അതിനകത്ത് ആ രീതിയിലുള്ള ഒരു ആർബിട്രറി നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കാമായിരുന്നു. അതുണ്ടായിട്ടില്ല എന്ന് തന്നെ കൃത്യമായിട്ട് കോടതി രേഖകൾ പറയുന്നു. അപ്പോൾ മാനിപ്പുലേഷൻ നടന്നിട്ടില്ല എന്ന് തന്നെയാണ്, പേരിടുന്നതിൽ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമല്ലേ? പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഒരു നിയമ തർക്കമുണ്ടാക്കുക, അത് ആളിക്കത്തിക്കുക, അങ്ങനെ വരുന്നവർക്ക് കൃത്യമായ ഒരു ഗൂഢലക്ഷ്യം ഇതിന് പിറകിലുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് തോന്നില്ലേ? അപർണ, ഞാൻ ഈ വിഷയത്തിനെ സംബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്ത ഒരു വാർത്ത ഞാനിവിടെ, അതായത് ത്രിപുരയിലെ സൂ അതോറിറ്റീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു വാർത്തയാണിത്. ഇതൊക്കെ ഇട്ടോളൂ. ആൻ ഒഫീഷ്യൽ ഫ്രം Safjila Zoo and Wildlife Sanctuary in Tripura said a pair of lions was sent to North Bengal Wildlife Park as part of an animal exchange program. We had sent 4 black bucks, 2 lions, 2 spectacled monkeys and 2 leopard cats in exchange for 2 tigers. 2 tigers, golden pheasants, silver pheasants and hillmanians. Okay, evidence. We had sent a lion and a lioness named Ram and Sita respectively from Safjila. We are not aware of what happens at destination. ഇത് ത്രിപുരയിലെ ആ സാഫ്ജില സൂ അതോറിറ്റീസ് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് ത്രിപുര സുവോളജിക്കൽ പാർക്കിന്റെ ഒഫീഷ്യൽ അല്ല, എനിക്കത് മനസ്സിലായി. ഞാൻ ഒറ്റ ചോദ്യം മാത്രം ചോദിക്കുള്ളൂ, താങ്കൾ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഇത് കോടതി രേഖകളിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ? ഇത്രയും സപ്പോർട്ടിംഗ് രേഖകൾ കൊടുത്തിട്ടുള്ള ഒരു പ്രയറാണ്. ഇത് ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ശ്രീരാമൻ എന്നുള്ളൊരു പേരായിരുന്നു ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ളത് എവിടെയെങ്കിലും ഇത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ? അതായത് ഞാനിവിടെ വായിച്ചത് ആ സൂ അതോറിറ്റീസ് പറഞ്ഞ കാര്യമാണ്. കോടതി രേഖകളെല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല, അതില്ല കോടതി രേഖയിൽ അതുണ്ടായിരുന്നെങ്കിൽ അതിനെ കുറിച്ചിട്ടാണല്ലോ. അല്ല, പഠിച്ചിട്ടാണോ കോടതി രേഖയിൽ അതുണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും അതൊരു പരാമർശം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കോടതി രേഖകൾ അപർണ നിങ്ങൾ പേഴ്സണലി കോടതി രേഖകൾ വായിച്ചോ ഇല്ലയോ? കോടതി രേഖകളുമായി ബന്ധപ്പെട്ട് കോടതി ഇതുമായി നടത്തിയ ഡിസ്പ്യൂട്ടിന്റെ ഒരുവിധം ആർട്ടിക്കിൾസ് വായിച്ചപ്പോൾ ഈ രീതിയിലുള്ള ഈ വിഷയം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നതാണ്, അത് കടന്നുപോയ വിഷയമാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ ഷാബു പ്രസാദ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു അക്യൂസേഷൻ ഉണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപർണ, എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഉണ്ടായിരുന്നെങ്കിൽ കാണുമായിരുന്നു, ഇല്ലെങ്കിൽ കാണില്ലായിരുന്നു. അല്ല, ഉണ്ടായിരുന്നെങ്കിൽ അത് പരാമർശിക്കപ്പെടുമായിരുന്നു. കാരണം അതൊരു ഗൗരവകരമായ ഒരു അക്യൂസേഷനാണ്. അങ്ങനെ ശ്രീരാമൻ എന്ന പേരുള്ള ഒരു സിംഹത്തിന്റെ പേര് അക്ബർ എന്നാക്കി മാറ്റിയെങ്കിൽ നിങ്ങളുടെ അസംപ്ഷൻ അല്ല, അതെന്റെ അസംപ്ഷൻ മാത്രമല്ല, കോടതി അത് പരിഗണിക്കുമായിരുന്നില്ലേ? കോടതി അതിനെക്കുറിച്ച് പരാമർശിക്കുമായിരുന്നില്ലേ? കോടതി രേഖകൾ നിങ്ങളും കണ്ടിട്ടില്ല. ഇല്ല, വേണ്ട, കോടതി പരാമർശിക്കുമായിരുന്നില്ലേ? കോടതിയിലെ വാദമുഖങ്ങൾ നിങ്ങളും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, ഇവിടെ ഇരിക്കുന്നവരാരും കണ്ടിട്ടില്ല. ഇല്ല, കോടതി പരാമർശിക്കുമായിരുന്നില്ലേ? നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു, അത് പ്രധാനപ്പെട്ടതായിരിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള ഭാവനാ ലോകത്ത് നിന്നുള്ള കാര്യങ്ങൾ വേണ്ട, നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ കോടതി ഇത് കണ്ടിട്ടുണ്ടാവുമോ? കോടതി ഇത് കണ്ടിട്ടുണ്ടാവുമോ? ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ കോടതി അത് കണ്ടിട്ടുണ്ടാവുകയില്ലേ? ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ കോടതി അത് കണ്ടിട്ടുണ്ടാവുകയില്ലേ? കോടതി പറയുമായിരുന്നു. കോടതി ആ വിഷയം പരാമർശിക്കില്ലേ? നിങ്ങൾക്ക് വേണ്ടത് അപർണ, നിങ്ങളുടെ ചീഫ് സെൻസേഷണലിസത്തിന് വേണ്ടി മാത്രമുള്ള ഹാൻഡ് പിക്ക് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അത് മാത്രമാണ് പറയുന്നത്.
അതുകൊണ്ട് അത് വിട്, അതങ്ങോട്ട് നിൽക്കട്ടെ. അല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ ഷാബു പ്രസാദ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. അല്ല, ഈ രേഖയും പ്രധാനമാണ്. സൂ അതോറിറ്റീസ് കള്ളം പറയുകയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? സൂ അതോറിറ്റീസ് ത്രിപുരയിലെ സൂ അതോറിറ്റീസ് കള്ളം പറയുകയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, നമുക്ക് ആ വിഷയം അത് തന്നെ ഞാൻ താങ്കളോട് ചോദിക്കുന്ന ചോദ്യം താങ്കൾക്ക് വ്യക്തമായി കേൾക്കുന്നില്ല. അങ്ങനെ ഈ ശ്രീരാമൻ എന്ന് പേരിട്ട ഒരു സിംഹത്തിന്റെ പേര് ബംഗാളിലെത്തിയപ്പോൾ മാറ്റി അക്ബർ എന്നാക്കി മാറ്റി എന്നാണെങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്നാണല്ലോ. അത് കോടതി തിരിച്ചറിയില്ലേ? കോടതി അത് പരാമർശിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ വാക്കാലുള്ള ഒരു നിർദ്ദേശം അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അത് സൂ അതോറിറ്റി വാട്ട് ഹാപ്പൻഡ് ഇൻ ഡെസ്റ്റിനേഷൻ, we don't know what happened in destination എന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സൂ അതോറിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാസ്തവം തന്നെയാണ്. മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതി അതനുസരിച്ച് പറഞ്ഞില്ല, വാക്കാലൊരു നിർദ്ദേശം മാത്രമാണ് നൽകിയിരിക്കുന്നത്. കോടതി ഒരു വാക്കാലുള്ള ഒരു നിർദ്ദേശം കോടതി പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലേ? താങ്കൾ റിപ്പോർട്ട് വായിച്ച് പറയുന്നത് പോലെ മറ്റു വാർത്തകളും വായിക്കണ്ടേ? ഞാനും കേട്ടിട്ടില്ല, നിങ്ങളും കേട്ടിട്ടില്ല. ഇത് ഒരു സംശയവും വേണ്ട. ഈ രാമൻ എന്ന സിംഹം എങ്ങനെ, നമുക്ക് അങ്ങനെ ചർച്ച ചെയ്താൽ മതി. രാമൻ എന്ന് പറഞ്ഞ സിംഹം ബംഗാളിലെത്തിയപ്പോൾ എങ്ങനെ അക്ബറായി? അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായ അജണ്ടയുണ്ട്. ഇതിന്റെ അകത്തൊരു ഈ പറഞ്ഞ പോലെ റിലീജിയസ് സെന്റിമെന്റ്സിനെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അതിൽ കയറി കൊത്തും, പിന്നെ അതിന്റെ പേരിൽ മുതലെടുക്കാം എന്ന വ്യക്തമായ അജണ്ട അതിന്റെ പിന്നിലുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ പുറകെ പോകണമായി, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഇതിന്റെ അകത്തെ അതുകൊണ്ട് അല്ലെങ്കിൽ അവിടെ മുതൽ ഇവിടം വരെ ഈ കാലങ്ങളായി ഈ സിംഹത്തിന്റെ പേര് അക്ബർ എന്നായിരുന്നുവെങ്കിൽ ഈ ലാൽകുമാർ പറഞ്ഞ പോലെ ആദ്യമേ തന്നെ കോടതി എടുത്ത് ദൂരെ കളയുമായിരുന്നു, ആദ്യം തന്നെ ചെയ്യുമായിരുന്നു. ഇല്ല, എന്തുകൊണ്ട് കോടതി ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തി, കോടതി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തു എന്നുള്ളതിന്റെ കാരണവും ഇത് തന്നെയാണ്. നിങ്ങളുടെ ലോജിക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഈ പേരുകൾ മാറ്റും. അല്ല, എനിക്ക് അത് അങ്ങനെ ഒരു വിഷയം കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ കോടതി ഈ തരത്തിലല്ല അത് എടുക്കുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അഭിഭാഷകരും പറയട്ടെ. അങ്ങനെ ഒരു ലൈറ്റായിട്ട് വാക്കാൽ നിർദ്ദേശത്തെ അവസാനിപ്പിക്കും. ഇങ്ങനെ ഒരു ഈ വിഷയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എന്നാൽ നിങ്ങളുടെ അതേ ലോജിക്ക് ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ട്, ഈ ഒരു വാസ്തവം ഉള്ളത് കൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു അതെങ്ങനെയാണ് ശ്രീ ഷാബു പ്രസാദ്? ഒന്നാമത്തെ കാര്യം, ഇത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിൽ ഇത് ഉണ്ടോ? ത്രിപുര സുവോളജിക്കൽ പാർക്ക് ഈ രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനും താങ്കളും സംസാരിക്കുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഈ സംസാരിക്കുന്നതെല്ലാം. പക്ഷേ ഇങ്ങനെ ഒരു പേര് മാറ്റം ബംഗാളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ മാധ്യമവാർത്തയ്ക്ക് വിലയൊന്നുമില്ല ഈ നാട്ടില്. കൃത്യമായ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. ശരി, ഞാൻ താങ്കൾ പറഞ്ഞത് അതേപടി അംഗീകരിക്കാം. താങ്കൾ പറഞ്ഞത് ഞാൻ അതേപടി അംഗീകരിക്കാം. കൃത്യമായ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ കോടതി അത് അന്വേഷിക്കാൻ പറയില്ലേ? കോടതി അത് അന്വേഷിക്കാൻ പറയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കോടതി പ്രത്യേകിച്ച് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ ഒരു സാഹചര്യം, അത് BJP തന്നെ പല രീതിയിലുള്ള വിഷയങ്ങൾ, പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയമാണ്. അത് കോടതി അന്വേഷിക്കാൻ പറയില്ലേ? മാനിപ്പുലേഷൻ നടന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നു അപർണ, ഇങ്ങനെ മാനിപ്പുലേഷൻ നടന്നതുകൊണ്ട് തന്നെയാണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതും അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ഈ വിവാദം. പിന്നെ ഇത് മൃഗങ്ങളുടെ പേരും കാര്യങ്ങളും, അതിന്റെ പുറത്ത് CBI എൻക്വയറി വേണം, സ്കോട്ട്ലൻഡ് യാർഡിന്റെ എൻക്വയറി വേണമെന്നൊന്നും കോടതി പറയാൻ പോകുന്നില്ല. അതായത് പശ്ചിമ ബംഗാളിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് അടക്കം മുൻകൈ എടുത്തുകൊണ്ട് ഈ ഒരു നീക്കത്തിലേക്ക് കടന്നു, ഇത്തരം ഒരു വിവാദത്തിലേക്ക് കടന്നു. സ്വാഭാവികമായിട്ടും പശ്ചിമ ബംഗാളിലെ BJP എന്നാൽ ആദ്യം അത് പറയും, മാനിപ്പുലേഷൻ നടത്തിയെന്ന് പറയും. മാനിപ്പുലേഷൻ നടത്തിയെന്നല്ല VHP പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് റിലീജിയസ് സെന്റിമെന്റ്സ് ഹർട്ടായി എന്നാണ്. മാനിപ്പുലേഷൻ നടത്തി എന്ന രീതിയിൽ ഒരു പ്രൊട്ടസ്റ്റിലേക്ക് പോകുമായിരുന്നു. BJP പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ടപ്പാ. നിങ്ങളുടെ സഹജീവികൾ മാധ്യമം പറയുന്ന വിശ്വസിച്ചാൽ മതി.
VHP പറയുന്നില്ല. അല്ല, ഞാൻ ആലോചിക്കുന്നത് എല്ലാ വിഷയങ്ങളുമായി കോടതിയുടെ മുന്നിൽ എത്തുന്ന VHP ആണ്. ഡോക്യുമെന്റുമായിട്ട് എത്തുന്ന VHP ഇത് പറയുന്നില്ലല്ലോ. ഇന്ത്യൻ എക്സ്പ്രസ് കള്ളം പറഞ്ഞതാണോ? VHP എന്തുകൊണ്ട് പറയുന്നില്ല? VHP എന്തുകൊണ്ട് പറയുന്നില്ല? മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന് പറയുന്നില്ല. കള്ളം പറഞ്ഞതാണോ? ഇന്ത്യൻ എക്സ്പ്രസ് എന്തുകൊണ്ടോ അവര് പറയുന്നില്ല എന്നുള്ളതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഡോക്യുമെന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ എക്സ്പ്രസ് കള്ളം പറഞ്ഞതാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്ത്യൻ എക്സ്പ്രസ് കള്ളം പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള ഒരു റെപ്യൂട്ടഡ് മാധ്യമം കള്ളം പറയുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് കേസരിയും ജന്മഭൂമിയോ ഓർഗനൈസറോ ഒന്നും അല്ല, ആണോ? അല്ല, അതെന്തുകൊണ്ട് കോടതി രേഖയായി വരുന്നില്ല എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. കോടതി രേഖയാണെങ്കിൽ അത് VHP പറയുമായിരുന്നു, VHP മെൻഷൻ ചെയ്യുമായിരുന്നു, അത് കോടതിയോട് ചോദിക്കണം. അല്ലെങ്കിൽ അതിന്റെ കേസിന്റെ ഇത് ഞാൻ ചോദിച്ചത് ഈ കോടതിയിൽ ഇത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. വന്നിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിധിയിലേക്ക്, ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. നിങ്ങൾ പറയണം ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന മാധ്യമം കള്ളം പറയുന്നു എന്ന് നിങ്ങൾ പറയണം. പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന മാധ്യമം കള്ളം പറയുന്നു. താങ്കൾ പറയുന്നത് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ടിക്കിൾ ഞാനും കണ്ടതാണ്, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ആർട്ടിക്കിൾ കണ്ടതാണ്. അത് കോടതി രേഖയായിട്ട് എടുക്കണമെന്ന് തോന്നുന്നില്ല, പക്ഷേ അത് ആ ആർട്ടിക്കിൾ ഞാൻ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അത് കോടതി രേഖയായി വന്നിട്ടുണ്ടെങ്കിൽ കോടതി അത് വേണ്ട വിധം പരിഗണിച്ചില്ല എന്ന് കരുതേണ്ടി വരില്ലേ? അല്ല, പരിഗണിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് എന്നാണ് എന്റെ നിഗമനം. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്തയാണ് ശ്രീ ഷാബു പ്രസാദ് പറയുന്നത്. ഇതിപ്പോ ത്രിപുര സുവോളജിക്കൽ പാർക്കിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ രീതിയിൽ പേര് ശ്രീരാമൻ എന്നായിരുന്നു, പെൺസിംഹത്തിന്റെ പേര് സീത എന്നായിരുന്നു. ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ എന്ന രീതിയിൽ ഒരു ഹർജിയുമായി VHP പോകുന്നു. കോടതി അത് മനസ്സിലാക്കിയത് കൊണ്ട് കോടതി ഇതാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു, പേരുകൾ മാറ്റിക്കോളൂ എന്നുള്ളതാണ് ഷാബു പ്രസാദ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ രീതിയിൽ ഒരു പേരുമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മാനിപ്പുലേഷനാണ്. എന്തിന് പേരുമാറ്റം നടന്നു, അതിന്റെ മോട്ടീവ് എന്താണ്, അതെന്ത് സാഹചര്യത്തിലാണ് എന്ന രീതിയിലേക്ക് കോടതി ഒരു നിർദ്ദേശം കൊടുക്കുമായിരുന്നില്ലേ? അതാണ് കോമൺ സെൻസിൽ കോടതിയിൽ സംഭവിക്കാൻ സാധ്യതയെന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു ലീഗൽ എക്സ്പീരിയൻസിലല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു കാര്യം ഞാനൊന്ന് ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഹലോ, പറയൂ. അതായത് ഈ വളർത്തു മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള മൃഗങ്ങളുടെയൊക്കെ പേര് മാറ്റുന്നതും പേരിടുന്നതും ഒന്നും ഈ നാട്ടിൽ പേര് മാറ്റുന്നതൊന്നും ക്രിമിനൽ കുറ്റമൊന്നോ മാനിപ്പുലേഷനോ ഒന്നും അല്ല. ഇപ്പൊ ആസാമിൽ നിന്ന് കൊണ്ടുവരുന്ന ആനയുടെ പേര് ഇവിടെ വരുമ്പോ ഗോപാലകൃഷ്ണൻ ആവും, അവിടെ വല്ല ദേശ്പാണ്ഡെ എന്ന് വല്ലതുമായിരിക്കും. അതൊക്കെ ഈ നാട്ടിൽ സാധാരണ നടക്കുന്നതാണ്. പക്ഷേ ഈ രണ്ട് സിംഹങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഒന്നിന്റെ പേര് മാത്രം മാറ്റിയതിന്റെ അകത്ത് ഒരു ദുരുദ്ദേശമുണ്ട് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് മാനിപ്പുലേഷനോ ക്രിമിനൽ കുറ്റമൊന്നും അല്ല ഈ നാട്ടില്. ഓക്കെ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അതിന്റെ അകത്ത് ഒരു ദുരുദ്ദേശമുണ്ട് എന്ന